എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം എന്ന് വിചാരിക്കുന്നു. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അത് എന്ന് പറയുന്നത് വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. തൊട്ടു മുമ്പുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ ആ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. വീണ്ടെടുപ്പ് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഈ കൃപയെക്കുറിച്ച് ആണ് വീണ്ടും ഇവിടെ നമുക്ക് ഈ വാക്യത്തിലും കാണാനായിട്ട് കഴിയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കൃപയെക്കുറിച്ച് കൃപാമഹത്വം എന്ന് 6-ാമത്തെ വാക്യത്തിൽ വായിക്കുകയുണ്ടായി. കൃപയുടെ മഹത്വം. ഇവിടെ പറയുന്നത് കൃപയുടെ ധനം, കൃപാധനപ്രകാരം. അപ്പോൾ ദൈവം മനുഷ്യനോട് കാണിക്കുന്നതായിട്ടുള്ള കൃപ, അതിൻ്റെ ധനം, അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അത് ഒരു വലിയ അതിശയമാണ്. നമുക്ക് പലപ്പോഴും ദൈവം നമ്മളോട് കൃപ കാണിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ ധനം എന്താണ് എന്നുള്ളത് നമുക്കങ്ങനെ അത്ര അറിവില്ല, അല്ലെങ്കിൽ ബോധ്യമില്ല. നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ രക്ഷാകര പദ്ധതിയിൽ, മനുഷ്യന്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം കാണിക്കുന്നതായ അല്ലെങ്കിൽ കാണിച്ചതായ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് അത് വളരെ വലിയ ഒരു കാര്യമാണ്. നാം ദൈവത്തെയും ദൈവിക പരിപാടികളെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടോ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊന്നും അത്ര ഗൗരവമില്ലാതിരിക്കുന്നത്. എന്നാൽ ദൈവം ക്രിസ്തുവിലൂടെ പിതാവ് കാണിച്ചതായിട്ടുള്ള ആ സ്നേഹവും നമ്മളിലേക്ക് പകരപ്പെട്ടതായിട്ടുള്ള കൃപയുമൊക്കെ അത് വളരെ വലിയ ഒരു വിഷയമാണ് ആത്മീക മണ്ഡലത്തിൽ എന്ന് പറയുന്നത്. അത് ആത്മീക മണ്ഡലത്തിൽ ആത്മീകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൂതന്മാരും ഒക്കെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു വിഷയമാണ്. മനുഷ്യർക്കായിട്ട് ദൈവം ഒരുക്കിയതായിട്ടുള്ള രക്ഷയെക്കുറിച്ച് ദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രക്ഷയെക്കുറിച്ച് പ്രവചിച്ചതായിട്ടുള്ള പ്രവാചകന്മാർ അത് തങ്ങളുടെ കാലത്താണോ അതെയോ ഇനി വരാനുള്ള കാലത്താണോ എന്ന് ആരാഞ്ഞു നോക്കി എന്നും അത് തങ്ങൾക്കായിട്ടല്ല എന്നവർ മനസ്സിലാക്കിയെന്നുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് കാണിച്ചതായ ആ കൃപാ മഹത്വം അല്ലെങ്കിൽ കൃപാധനം എന്ന് പറയുന്നത് അത് നാം എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം മാത്രമേ ഈ ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ഈ ദൈവത്തിന് നമുക്ക് വിധേയപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും ദൈവകൽപ്പനകളോടുള്ള മനുഷ്യരുടെ നിഷേധം, അനുസരണക്കേട്, അതുപോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അഭാവം അല്ലെങ്കിൽ കുറവ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ബോധ്യം അവരിൽ ഇല്ലാതെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു ജ്ഞാനവും വിവേകവുമായിട്ടാണ് ഈ ദൈവത്തിന്റെ കൃപാമഹത്വത്തെ ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കൃപാമഹത്വത്തെ അല്ലെങ്കിൽ കൃപാധനത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ അല്ലെങ്കിൽ സ്വർഗീയമായിട്ടുള്ള ഒരു ജ്ഞാനം അതിനാവശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയത്തിൽ ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു.
അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷോഭങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ എല്ലാം ഗുപ്തമായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഒരു ജ്ഞാനവും അല്ലെങ്കിൽ ആ ഒരു പരിജ്ഞാനവും അതുപോലെ തന്നെ ജ്ഞാനവും അതിൻ്റെ നിക്ഷേപങ്ങളെല്ലാം തന്നിൽ വിശ്വസിക്കുന്നതായ ദൈവമക്കൾക്ക് ദൈവം അത് വളരെ ധാരാളമായിട്ട് കൊടുക്കുവാൻ സന്നദ്ധനാണ്. അതാണ് നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നത്. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അപ്പോൾ സ്നേഹത്തിൽ ഏകീഭവിക്കുന്ന സ്ഥലത്താണ് ഈ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുന്നതും അതുപോലെ അതുവഴിയാണ് ഹൃദയങ്ങൾക്ക് ആശ്വാസവും ലഭിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സഭാ ജീവിതത്തിന്റെ, രക്ഷിക്കപ്പെട്ട ആളുകളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ദൈവമക്കളായിരിക്കുന്ന ആളുകൾ അവർ സ്നേഹത്താൽ ഏകീഭവിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമാണ്. അങ്ങനെ സ്നേഹത്തിൽ ഏകീഭവിച്ചതായിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ദൈവം നൽകുന്നതായ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കേണ്ടതും ആവശ്യമാണ്. അത് കർത്താവിൽ അതുണ്ട്, അത് നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. എന്നാൽ അതിന് സ്നേഹത്തിൽ ഏകീഭവിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സഭാജീവിതം, ക്രിസ്തീയ ജീവിതത്തെ സഭാജീവിതത്തിൽ നിന്നും യഥാർത്ഥത്തിൽ മാറ്റി നിർത്തുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല. സഭാജീവിതം ക്രിസ്തീയ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അവിടെയാണ് ഈ സ്നേഹത്തിൽ ഏകീഭവിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം ഒരു സഭയിലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ സഭകളിലേക്ക് നോക്കിയാൽ സ്നേഹത്താൽ ഏകീഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് അധികമൊന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. സ്നേഹം എന്ന് പറയുന്നതിൻ്റെ വാക്കിന്റെ അർത്ഥം പോലും ഇന്ന് സഭകളിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുന്നു. കേവലം താൽക്കാലികമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകൾ, എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടുകൾ എന്നുള്ളതിനപ്പുറം സ്നേഹത്താൽ ഏകീഭവിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള വിഷയം യഥാർത്ഥത്തിൽ അശേഷം നമുക്കിന്ന് സഭകളിൽ കാണുവാനായിട്ട് കഴിയുന്ന, അശേഷമില്ല എന്ന് പറയാൻ പറ്റില്ല, അത് വളരെ കുറവാണ്. എന്തായാലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ അതില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാനായിട്ട് അത് ക്രിസ്തുയേശുവിൽ അതിന്റെ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പ്രാപിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് സകല ജ്ഞാനവും വിവേകവുമായിട്ടാണ് നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഈ കൃപാധനം എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യമാകണമെങ്കിൽ അത് കർത്താവിൽ നിന്നും നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അത് കർത്താവിനോടുള്ള സമർപ്പണത്തിലും അനുസരണത്തിലും ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് നൽകുകയുള്ളൂ, ലഭിക്കുകയുള്ളൂ എന്നുള്ളതും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. 9-ാമത്തെ വാക്യം, അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അപ്പോൾ ഈ ഹിതത്തിന്റെ മർമ്മം, അതായത് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടി എന്താണ് എന്നുള്ള കാര്യം ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മോട് അറിയിച്ചു. അതെന്താണ് എന്ന് ചോദിച്ചാൽ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പോൾ ദൈവത്തിന് ഒരു പരിപാടിയുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള വീണ്ടെടുപ്പ്, അതാണ് ഈ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും ഒന്നായി ചേർക്കുന്നതിന് മുഖാന്തരമായിട്ടിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് റോമാലേഖനം പഠിച്ചപ്പോൾ ചിന്തിക്കുകയുണ്ടായി. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ സൃഷ്ടി മുഴുവൻ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ പരിപാടി ഈ ഭൂമിയും മനുഷ്യനും ഈ സർവ്വ സൃഷ്ടികളും ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള പരിപാടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ വ്യക്തികളെ മാത്രമല്ല,
ദൈവം ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ വീണുപോയത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എന്നുള്ളത് കൊണ്ട് മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും മനുഷ്യനും പ്രകൃതിയുമായുള്ള അല്ലെങ്കിൽ മനുഷ്യനും പ്രപഞ്ചവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു താതാത്മ്യത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഭൂമിയെ മാറ്റി ഈ ഭൂമി ശപിക്കപ്പെട്ടതാണ്. മനുഷ്യന്റെ പാപം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശപിക്കപ്പെട്ട ഭൂമിയെ മാറ്റി, അല്ലെങ്കിൽ ദൈവിക പരിപാടിക്ക് വിരുദ്ധമായി തീർന്ന മനുഷ്യനാൽ കളങ്കിതമായ ആകാശത്തെ ഒക്കെ മാറ്റി പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും ദൈവം സൃഷ്ടിക്കുകയും അങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കുകയും മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തോടു കൂടി, അല്ലെങ്കിൽ മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിനോട് കൂടി പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും സൃഷ്ടിച്ച് അങ്ങനെയാണ് അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ എന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പൊ കാലത്തിന്റെ സമ്പൂർണതയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ, സൃഷ്ടിയെ മുഴുവൻ ദൈവം പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു നിലയിലേക്ക്, ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വീണ്ടും 11ാമത്തെ വാക്യത്തില്, അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ഒരു അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കുള്ള അവകാശം? കർത്താവായ യേശു ക്രിസ്തുവിന് എന്തെല്ലാം അവകാശം നിത്യതയിൽ ഉണ്ടോ അതിനെല്ലാം ഒരു കൂട്ടവകാശം നമുക്കുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായിട്ട് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതായിട്ടുള്ള അവകാശത്തിനായിട്ട് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്തതായിട്ടുള്ള ഒരു അവകാശം നമുക്ക് സ്വർഗത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അവകാശം നാം പ്രാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. നമ്മളുടെ അവകാശം എന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല. ഇന്ന് അനേക പ്രസംഗങ്ങളും ഈ ഭൂമിയിൽ അവകാശം കൊടുക്കുന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും നേടുന്നതിനെ കുറിച്ചും തരപ്പെടുന്നതിനെ കുറിച്ചുമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഭൂമിയിൽ നമുക്ക് ഒന്നും അവകാശമായിട്ടില്ല എന്നുള്ളത് തർക്കരഹിതമായ ഒരു കാര്യമാണ്. ഈ ഭൂമിയിൽ നമുക്കുള്ളത് ദൈവിക വ്യവസ്ഥകളോട് എതിർത്ത് നിൽക്കുന്ന ഒരു സംവിധാനവും പിശാചിന്റെ കീഴിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനവും എന്നുള്ള നിലയിൽ നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിലുള്ളത്. ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു എന്ന് കർത്താവിന്റെ തന്നെ വാക്കുകളുണ്ടല്ലോ. നാം ലൗകികന്മാരായിരുന്നുവെങ്കിൽ ഈ ലോകം നമ്മളെ മാനിക്കുമായിരുന്നു. എന്നാൽ ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം നമ്മെ പകയ്ക്കുന്നു എന്നാണ്. അത് മാത്രമല്ല, നമ്മളെക്കുറിച്ച് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു പ്രവാസ ജീവിതം എന്നാണ്. നമ്മളുടെ അന്യരും പരദേശികളുമാണ്. അന്യരും പരദേശികളുമായിരിക്കുന്ന നമുക്ക്, നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെങ്കിൽ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു അവകാശവും ഇവിടെ ഇല്ല എന്ന ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുവാദം കിട്ടുകയില്ല. അതുകൊണ്ട് അവരവിടെ ചെയ്യുന്നതായിട്ടുള്ള ബിസിനസ്സോ ജോലിയോ എന്ത് കാര്യങ്ങളാണെങ്കിലും അതെല്ലാം അവര് സ്വന്തം ദേശമായിരിക്കുന്ന ഇന്ത്യയിലേക്ക് അവര് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവിടെ അവരെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാത്തത്? കാരണം അവരവിടെ പ്രവാസികളാണ്, അല്ലെങ്കിൽ പരദേശികളാണ്. എന്ന് പറഞ്ഞതുപോലെ നാമും ഈ ലോകത്തിൽ പ്രവാസികളും പരദേശികളുമാണ്. ഒരു വാഗ്ദത്തങ്ങളും അവകാശങ്ങളും നമുക്കില്ല ഈ ലോകത്തിൽ. നമ്മുടെ എല്ലാ അവകാശങ്ങളും സ്വർഗത്തിലാണ്. അതിന് ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല. എന്നാൽ ഈ ലോകത്തിലുള്ളതിനെ കുറിച്ച് പറയുന്നത്, കർത്താവ് പറഞ്ഞത്,
കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെതലരിക്കുകയും ഉറുമ്പരിക്കുകയും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിട്ടുള്ള നിക്ഷേപങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. എന്നാൽ നിത്യതയിലുള്ളതായിട്ടുള്ള സമ്പത്ത് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾക്ക് യാതൊരു കേടുപാടും സംഭവിക്കുന്നതല്ല. അത് ആർക്കും കവർന്നെടുക്കുവാനായിട്ട് കഴിയുകയില്ല, അത് കുറഞ്ഞു പോവുകയില്ല, അത് ദ്രവിച്ചു പോവുകയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു വലിയ അവകാശം നാം സ്വർഗത്തിൽ നേടുകയാണ് ചെയ്യുന്നത്. അത് ക്രിസ്തുവിന് എന്തെല്ലാം അവകാശമുണ്ടോ അതെല്ലാം നമുക്ക് അവകാശമായ സ്വർഗത്തിൽ കിട്ടും. അതുപോലെ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി ക്രിസ്തുവിൽ ആശവച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. അപ്പോൾ എന്തിനാണ് ഈ അവകാശം നമുക്ക് സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് 12ാമത്തെ വാക്യത്തിൽ. മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശവച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. അപ്പോൾ നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത് നമ്മളിൽ ആ വീണ്ടെടുപ്പിൻ്റെതായിട്ടുള്ള മർമ്മങ്ങളൊക്കെയും ജ്ഞാനവും വിവേകവുമായിട്ട് നൽകി നമ്മെ ഒരു ദൈവത്തിന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് വെളിപ്പെടുത്തി കാലസമ്പൂർണതയിൽ ക്രിസ്തുവിൽ ഒന്നായി ചേർത്ത് അവകാശങ്ങളൊക്കെ തരുന്നതിന്റെ കാരണം എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കാരണം? അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. മഹത്വത്തിന്റെ പുകഴ്ച, ഇതേ കാര്യമാണ് 6ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങളെയും മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശവച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടത് തന്നെ. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആണ് ദൈവം ഈ ഒരു രക്ഷാകര പദ്ധതിയിലൂടെ ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് വീണ്ടും നമ്മൾ നേരത്തെ ചിന്തിച്ചതിനോട് ചേർന്ന് പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം ഇതെല്ലാം നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാണ് നാം ഓരോരുത്തരും ആയിത്തീരേണ്ടത്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണോ നാം ആയിത്തീർന്നിരിക്കുന്നത്? അല്ലെങ്കിൽ നാം അങ്ങനെ ആയിത്തീരുമോ? എങ്ങനെയാണ് ഒരു വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ഒരു വ്യക്തി ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയായിത്തീരുന്നത്? അദ്ദേഹം ആ വിശ്വാസത്തിൽ നിലനിന്ന് ദൈവം അങ്ങനെ ഒരു വ്യക്തിയെ രക്ഷിച്ചത് വഴി അവരിലൂടെ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നിവൃത്തിയാക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ആ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ഉളവായി വരുന്നത്, അല്ലെങ്കിൽ നാം അങ്ങനെ തീരുന്നത്. അപ്പൊ ദൈവം നമ്മെ രക്ഷിച്ചത് അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. നമ്മുടെ ജീവിതം അങ്ങനെ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് തീരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ നിന്ദിക്കപ്പെടുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മെ കൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ദൈവം ഏത് ദൈവമാണ് എന്നുള്ള ഒരു ചോദ്യമാണോ ആളുകൾ നമ്മെ കണ്ടിട്ട് നാമുമായിട്ട് സംസാരിച്ചിട്ട് നമ്മളോട് ഇടപെട്ടിട്ട് ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്? പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ക്രിസ്തീയ ലോകം വളരെയേറെ ക്രിസ്തീയ പ്രമാണങ്ങളിൽ നിന്ന് വേറിട്ടുപോയി ദൈവത്തിന്റെ നാമത്തിന് നിന്ന വരുത്തുന്ന ഒരു ജീവിതമാണ് ഇന്ന് പൊതുവിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, അതിലും വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള ആളുകളും ജീവിക്കുന്ന നിലവാരം എന്ന് പറയുന്നത്. അവരുടെ അയൽപക്കത്ത് അവരെ സംബന്ധിച്ച് അഭിപ്രായമില്ല, അവരുടെ വീട്ടിൽ അവരെ സംബന്ധിച്ച് അഭിപ്രായമില്ല, അവരുടെ ബന്ധുജനങ്ങളുടെ ഇടയിൽ അവരെ സംബന്ധിച്ച് അഭിപ്രായമില്ല. അതുപോലെ തന്നെ
ജോലി സ്ഥലത്ത് അവരെ സംബന്ധിച്ച് അഭിപ്രായമില്ല. ഒരു സ്ഥലത്തും അവർ വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ ഇടപെടുന്നതായിട്ടുള്ള ഒരു സ്ഥലത്തും അവരെ സംബന്ധിച്ച് ഒരു സാമാന്യമായിട്ടുള്ള അഭിപ്രായം പോലും ഇല്ല എന്ന് വരുമ്പോൾ അത് ദൈവത്തിന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടല്ല തീരുന്നത്. മറിച്ച് ഇവനൊക്കെ എന്ത് വിശ്വാസികളാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്കാണ് അത് പോകുന്നത്. നമ്മെ സംബന്ധിച്ച് അഭിപ്രായക്കേട് ഉണ്ടാകുക എന്ന് പറയുന്നത് നാം വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നതിന്റെ പേരിൽ നാം ഒരു വിശ്വാസിയായിരിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ആണ് എങ്കിൽ അത് കുഴപ്പമില്ല. കാരണം അത് ദൈവം വെച്ചിട്ടുള്ളതാണ്. നമ്മെ എല്ലാവരും അങ്ങനെ അംഗീകരിക്കുകയില്ല. എന്നാൽ ചില സാമാന്യമായ പൊതുവായിട്ടുള്ള മാനുഷിക നീതിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ പോലും യാതൊരു വക നീതിബോധവുമില്ലാതെ നാം സ്വാർത്ഥരായും പ്രശ്നക്കാരായും ഒക്കെ നമ്മുടെ ഭവനങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ ആയി പോകുന്നത്, അതുപോലെ തന്നെ സഭയിലും ആയി പോകുന്നത് ഒരു വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് തീരേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ഒരു വലിയ രക്ഷാകര പദ്ധതി ഒരുക്കി ഓരോരുത്തരെയും ഓരോ കാലങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം തന്റെ മകനായി ഏറ്റെടുത്ത് അല്ലെങ്കിൽ മകളായി ഏറ്റെടുത്ത് നമ്മിൽ ഓരോരുത്തരിലും രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരിലും ഒരു പ്രവൃത്തി ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. എന്നിട്ട് വീണ്ടും പറയാണ്, അത് ഞങ്ങളെ കുറിച്ചാണ്. അപ്പൊ പൗലോസ് അപ്പോസ്തലനും തന്റെ കൂട്ടാളികളുമായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ട് രണ്ടാമത് അവനിൽ നിങ്ങൾക്കും, അപ്പോൾ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞിട്ട് അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, അവിടെ വീണ്ടും പറയുകയാണ് തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. ഞങ്ങൾ സുവിശേഷം കേട്ടു, ഞങ്ങൾ വിശ്വസിച്ചു, അതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു, ഞങ്ങൾ അവന്റെ മഹത്വത്തിന് പുകഴ്ചയ്ക്കാകേണ്ടതിന് ഞങ്ങളെ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും. അപ്പോൾ ഇവിടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സത്യവചനം മാത്രമേ നമ്മെ യഥാർത്ഥത്തിൽ ഒരു രക്ഷയിലേക്ക് നടത്തുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, രക്ഷാകരമായ ഒരു സുവിശേഷം ഇന്ന് പ്രസംഗിക്കുന്നത് വളരെ അപൂർവമാണ്. സുവിശേഷം തന്നെ വളരെ വെള്ളം ചേർത്ത്, കാരണം ഇത് സുവിശേഷം സ്വീകരിക്കണമെങ്കിൽ അതിന് തന്നെ ത്യജിച്ച് ക്രൂശ് എടുക്കാനായിട്ടുള്ളൊരു മനസ്സുള്ളവർക്ക് മാത്രമേ സുവിശേഷം സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് സ്വീകരിക്കാനായിട്ട് ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് കണ്ടുപിടിച്ചതായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ സുവിശേഷത്തെ അങ്ങ് ലളിതമാക്കുക, അതിനകത്ത് വെള്ളം ചേർക്കുക, അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാനും ഒക്കെ കഴിയുന്നതായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് സുവിശേഷത്തിന്റെ നിലവാരത്തെ താഴ്ത്തിക്കൊണ്ടുവന്ന് ഇന്ന് ചില മീറ്റിങ്ങുകളൊക്കെ പ്രസംഗങ്ങളൊക്കെ നടത്തിയതിനു ശേഷം നൂറുകണക്കിന് ആളുകൾ കൈപൊക്കി ഞാൻ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് അവരെ രക്ഷിക്കപ്പെട്ടു എന്നും പറഞ്ഞതിന് ശേഷം അവരൊക്കെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി അവരവരുടേതായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. സുവിശേഷ പ്രസംഗത്തെ, പല സുവിശേഷ പ്രസംഗങ്ങൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. 30 സെക്കൻഡ് കൊണ്ട് സുവിശേഷം പറയുന്ന ചില സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ആ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കാൻ നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. ഇതാണ് ഈ 30 സെക്കൻഡിലെ സുവിശേഷ പ്രസംഗത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അത് ഒരു സുവിശേഷ പ്രസംഗമല്ല, അതൊരു സുവിശേഷമല്ല. അവിടെ മാനസാന്തരത്തെക്കുറിച്ചോ പാപബോധത്തെക്കുറിച്ചോ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴിലേക്ക് നമ്മെ ഏകപക്ഷീയമായിട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ചോ സ്നാനത്തെക്കുറിച്ചോ ഒന്നും പ്രസ്താവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് കേൾക്കുന്നതായിട്ടൊരു വ്യക്തി അവരെ ചിന്തിക്കുന്നത്, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, യേശുക്രിസ്തു എന്റെ രക്ഷിതാവാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അപ്പൊ പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, എന്നെ സംബന്ധിച്ചൊരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് പോകുന്നത്. ഇന്ന് സഭകളിൽ എല്ലായിടത്തും അനേകരും ഈ ഒരു കാഴ്ചപ്പാടും ചിന്തയും മാത്രമുള്ള ആളുകളാണ് എന്നുള്ളത് എത്രയോ സങ്കടകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.
അങ്ങനെ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളാണ് ഇന്ന് ലോകത്ത് ദൈവത്തിന്റെ നാമത്തിന് നിന്ദയായിത്തീരുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിന് പുകഴ്ചയാകാതെ ദൈവനാമത്തിന് നിന്ദയായിത്തീരുന്നത് അത്തരം ആളുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യം, പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അത് നമ്മളുടെ സമ്പൂർണ്ണ സമർപ്പണവും നാം ജീവിക്കാതെ ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ, അങ്ങനെയല്ല നാം ജീവിക്കുന്നതെങ്കിൽ, ഒന്നുകിൽ നാം രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒന്നുകിൽ നാം ആ ഇടുക്കമുള്ള വാതിലിലൂടെ കടന്നിട്ടില്ല. ഇനി അഥവാ കടന്നിട്ടുണ്ടെങ്കിൽ പോലും നാം ആ ഞെരുക്കമുള്ള വഴിയിലൂടെ അല്ല സഞ്ചരിക്കുന്നത്, നാം വീണ്ടും വിശാലമായിട്ടുള്ള ഒരു വഴിയിലേക്കാണ് പോയിരിക്കുന്നത് എന്നോർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സത്യവചനം എന്ന് പറയുന്നത് മാത്രമാണ് ഒരു രക്ഷയിലേക്ക് ആളുകളെ നയിക്കുകയുള്ളൂ. നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാക്തത്വത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ നമുക്ക് ഒരു അവകാശം നൽകിയതായിട്ട് നമ്മൾ വായിച്ചു. 11ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, അവനിൽ നാം അവകാശവും പ്രാപിച്ചു. അതിനുശേഷം 14ാമത്തെ വാക്യത്തിൽ പറയുകയാണ് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി. അപ്പോൾ നമുക്ക് അവകാശം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ വാക്തത്വം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് അവകാശം. അത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതായിട്ടുള്ള ഒരു അവകാശമാണ്. അപ്പോൾ ഈ അവകാശം നമുക്ക് നൽകാമെന്ന് പറഞ്ഞു. അതിനൊരു ഉറപ്പായിട്ട് ദൈവം ചെയ്ത ഒരു കാര്യമാണ്, ഒരു പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു ഇടപാട് നടത്തുമ്പോൾ ഒരു അച്ചാരം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അഡ്വാൻസ്, ഇംഗ്ലീഷിൽ അഡ്വാൻസ് കൊടുക്കുക എന്ന് പറയും. അച്ചാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഈ വാക്തത്വങ്ങൾ, അവകാശങ്ങൾ, ഈ അവകാശം നിങ്ങൾക്ക് നൽകാം അല്ലെങ്കിൽ നൽകും എന്നുള്ളതിന് ഒരു ഉറപ്പായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ, തന്റെ ആത്മാവിനെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് നൽകി, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയങ്ങളിൽ ഒരു മുദ്ര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ് തന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട്. അപ്പോൾ ദൈവം ആത്മാവിനെ നൽകിക്കൊണ്ട് ഉറപ്പ് നൽകുമ്പോൾ ഈ ആത്മാവിനെ നൽകിയതിന്റെ ഒരു ലക്ഷ്യവും കൂടി അതിനകത്തുണ്ട്. എല്ലാവരും പരിശുദ്ധാത്മാവിനെ നൽകി വീണ്ടെടുപ്പ് നാളിനായിട്ട് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്നുള്ള ഒരു വശം അവിടെ മറന്നുപോവുകയാണ് ചെയ്യുന്നത്. അത് പഠിപ്പിക്കുന്നവർ വളരെ കുറവാണ്. രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ ആളുകൾ പറയും വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്നൊക്കെ. എന്നാൽ അങ്ങനെ മുദ്രയിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ വീണ്ടെടുപ്പ് നാളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിന്, നമുക്ക് സഹായകരമായ രീതിയിൽ നമ്മെ വഴി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. മറ്റെന്തെങ്കിലും കാര്യത്താൽ നമ്മെ മുദ്രയിടാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ദൈവം വാക്കു പറഞ്ഞാൽ വാക്കല്ലേ, എന്തിനാണ് ഒരു അച്ചാരം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു അച്ചാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ദൈവം വാക്കുമാറ്റുന്ന ആളല്ല. അപ്പോൾ പിന്നെ ദൈവം അച്ചാരം തന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന് ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാമോ ഇല്ലയോ, അങ്ങനെ ഒരുപക്ഷെ മനുഷ്യന് ഇനി എന്നെ വിശ്വസിച്ചില്ലെങ്കിലോ, എന്നാൽ പിന്നെ ഒരു അഡ്വാൻസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊന്നും ദൈവം നൽകുന്നതല്ല പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് നൽകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച് ആ ഒരു അവകാശം പ്രാപിക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ നാം രക്ഷിക്കപ്പെട്ടവരെന്ന് അവകാശപ്പെടുകയും ആ ഒരു നിലയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടതായിട്ടുള്ള നാനാവിധ മേഖലകൾ നമുക്ക് ഓരോ ദിവസവും കാണുവാനായിട്ട് കഴിയും. നാം അവന്റെ മഹത്വത്തിന് പുകഴ്ചയായിട്ടാണോ ജീവിക്കുന്നത്, അതെയോ അവന്റെ നാമത്തിന് നിന്ദയായിട്ടാണോ ജീവിക്കുന്നത്? നമുക്ക് വെച്ചിരിക്കുന്ന അവകാശങ്ങളൊന്നും ഈ ഭൂമിയിലല്ല, എല്ലാം നിത്യതയിലാണ്. നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. അതുപോലെ തന്നെ അവനിൽ വിശ്വസിച്ചിരിക്കുന്നതായിട്ടുള്ള നമുക്ക് അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചിട്ടാണോ നാം മുമ്പോട്ട് ജീവിക്കുന്നത്? ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമ്മളുടെ ജീവിതത്തെ പരിശോധിക്കുവാനിടയാവട്ടെ.
അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.